ഓ അങ്ങനെ അങ്ങ് വിരിഞ്ഞിരിക്കുവാണോ? ആ അങ്ങനെ അങ്ങ് പിരിഞ്ഞിരിക്കുക. പക്ഷെ അവൾ വരും എന്നെങ്കിലും ഒരിക്കൽ. അല്ലാതെ എവിടെ പോവാൻ? എന്തോന്നാ ആശാരി, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലയോ? ഉണ്ട്. പിന്നെന്തോന്നാ കുത്തി കുത്തിയൊരു നോട്ടം? അതെ, ആരോട് വെച്ചോണ്ടാ കൊച്ചെല്ലാം വാരി കൂട്ടുന്നത്? അതിന്റെ ഒടയക്കാരനോട് ചോദിച്ചോണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതൊന്നും കേട്ടില്ലല്ലോ, ചോദിക്കുന്നു പറയുന്നു. അതേ, ആശാരി പണിഞ്ഞോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാ കേക്കാഞ്ഞ്. നടക്കുന്നു. പണിയുമ്പോഴേ പണിക്കിന് 7 ചെവിയാ, 7 ചെവി. എന്നാ പിന്നെ പണിക്കിന് കേൾക്കാനൊക്കാത്ത തേനത്തിലായിരിക്കും ഞാൻ ചോദിച്ചത്. ചേടാ, ഒടയക്കാരനില്ലാത്ത ശൗര്യമാ പണിയുന്നവന്. കേട്ടാത്തെ, പണിയുന്നിടത്തെ പണിക്കരാ അവിടേക്കാരൻ. എന്നാവെന്ന് അറിയണമല്ലോ. എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് തലച്ചിലും വാരിക്കൊണ്ട് പോവോ? പോവോന്ന്? എന്നാ പിന്നെ ചോദിച്ചില്ലെന്ന് വേണ്ട. ചോദിച്ച തടിച്ചുകളല്ല, തടിയോടെ ഞാൻ കൊണ്ടുപോവാ. എടുത്തോട്ടെ? എടുത്തോ. നമ്മളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരാ. ഇങ്ങോട്ടുണ്ടല്ലേ അങ്ങോട്ടും ഉള്ളൂ, അത് ഓർമ്മ വേണം. പിടിച്ചോ, എന്നിട്ട് പിടിച്ചോ. ആ പിന്നെ പണിയും കഴിഞ്ഞ അതുവഴിയാ വരുന്നത്. അതിന് അപ്പൊ പറയാം. സുഭാഷിണി, രാവിലത്തെ ചീളുമുറിയൊക്കെ എരിച്ചു കഴിഞ്ഞായിരിക്കും. നാളെ കാലത്ത് കുറച്ചുകൂടെ നേരത്തെ അങ്ങ് പോരെ. അപ്പോഴാന്നേല് അവിടെ ആരും കാണത്തില്ല. നേരെപ്പടി കച്ചിയും പൊടിയും ഇഞ്ചതെ കുളിക്കാതെ രാത്രി കിടന്നുറങ്ങാൻ നോക്കുകയല്ലേ, ചൊറിയും. ഇതാ തകരയോടോ മറ്റോ പറയാനുള്ളതിന് എന്തിയാവൻ? എന്തോന്നും തേനക്കേടാ ആശാരിക്ക്?
കളിയും വർത്താനമൊക്കെ കളിയും വർത്താനമായിട്ട് അങ്ങ് നിന്നാ മതി. എടുകൈ കൈയെടുക്ക. കൈയെടുത്തില്ലേലേ ആശാരി അപ്പന്റെ പിച്ചാത്തി പിടിക്കിരിക്കും. പറഞ്ഞേക്കാം. ഇതെന്തോന്നാ കൊച്ചേ? എന്തോ പറഞ്ഞൊരു അപ്പനും അപ്പന്റെ ഒരു പിച്ചാത്തി പിടി. മാറങ്ങോട്ട്. ഓ, ബാക്കിയുള്ളവരൊന്നും പിച്ചാത്തി പിടി കണ്ടിട്ടില്ലായിരിക്കും. എന്തോന്നാ എന്തോന്നാ? ഓ, അങ്ങനെ തന്നെ ആന്നേ. ആന്നു. എന്നാ നമുക്കതൊന്ന് കാണാം. ഓ, തകരയാന്നോ? ഞാൻ വിചാരിച്ച അപ്പനാണെന്ന്. അപ്പനാണെ 10 പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തകര ഇതിപ്പോ എവിടുന്നാ? ആറ്റിന്ന് കുളിക്കായിരുന്നു. രാത്രി നനഞ്ഞിട്ട് പനി പിടിക്കണ്ട. തല തോർത്തു. തകരയിന്ന് ഇവിടാന്നോ കിടക്കുന്നത്? എന്താ ഇന്ന് അങ്ങനെ? അതോ കഞ്ഞിയും കുടിച്ചോണ്ട് പാലത്തിന്റെ കീഴിലോട്ട് ഓടുവോ? എന്നെ ഇവിടം വരെ കൊണ്ടുവന്നാക്കാമെങ്കിൽ എന്റെ വീട്ടിൽ കയറി വരാം. അങ്ങനെ ഒരവളും നിന്റെ നേരെ മൂപ്പിക്കാൻ ഇവിടെ ഇല്ല. ആഹാ, മൂപ്പിക്കാന്ന് വിചാരിച്ചാ മൂപ്പിക്കല്ല, മുട്ടുകല്ല് അടിച്ചോട്ടിടും. ഒരു വീട്ടിൽ കൊണ്ടാക്കുകാരി വയറ് നിറച്ച് കുടിപ്പിച്ചേച്ച് ഉണ്ടാക്കുന്നു. എടി കൊച്ചെ, വേണ്ടാതിനും പറയരുത്. നിന്റെ അപ്പം കുടിക്കുന്നെങ്കിലേ അങ്ങേരോട് പോയി ചോദിക്കണം. വഴി കിടന്ന് തല്ലും പിടി ഉണ്ടാക്കണ്ടെന്ന് കരുതി ഇവിടെ കൊണ്ട് വിടാവെന്ന് വെച്ചപ്പം അവിടെ ഒരു പൂരായം പറച്ചില്. ആ ചൂട്ടിങ്ങിട്ട് തന്നേ, എനിക്ക് പോണം. എന്റെ അപ്പം വഴി കിടന്ന് തല്ലും പിടി ഉണ്ടാക്കിയാലേ അത് ഞാൻ സഹിച്ചോളാം. നിങ്ങൾക്ക് എന്തിനാ പെണ്ണുമ്പിള്ളേ അതേ മേലെ പൊള്ളുന്നേ? എന്റെ അമ്മ ഇവിടെ നിന്ന് ഓടിപ്പോയത് നിങ്ങൾ ഒരുത്തി കാരണമാ. നിങ്ങളെ ഈ വേലിക്കകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ പടുകാവല് കിടക്കുന്നത്. അന്നേരം ഒരു രാത്രിയിൽ ഉടുത്തൊരുങ്ങി ഒരു കൊണ്ടാക്കല്. ഇവിടെ മിണ്ടി പോകരുത്, കേറി പോകാനാ പറഞ്ഞത്. അകത്ത് കയറി പോകാൻ. ഞാൻ പോകുന്നു. ഇനി മേലാല് എന്നെ മെനക്കെടുത്തരുത്. കള്ളു കുടിച്ചാലേ വഴി കിടക്കും. പോ പെണ്ണുമ്പിള്ളേ, താമസം ഉണ്ടല്ലേ കയ്യെ വെച്ചേര്. കെട്ടിക്കാൻ പ്രായമായ മോളൊന്ന് നിൽക്കുന്നു. അന്നേരം അവരുടെ ഒരു കുഞ്ഞുകളി. പോടുന്നു.